ബർഗർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ബർഗർ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ബർഗർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ബർഗറിന് മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. ഇത് പാറ്റീസ് എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ ബീഫിൻ്റെ മീറ്റാണ് എടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ബർഗറിന് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മീറ്റാണ്. പക്ഷേ നാട്ടിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ബർഗർ അവർ ബർഗറിൽ വയ്ക്കുന്നത് നമ്മൾ കട്ട്ലറ്റ് പോലെ ചെയ്തിട്ടാണ് മീറ്റ് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ അതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോഴാണ്, ഞാൻ ഇവിടെ വന്ന് ഇതുപോലെ കഴിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിവിടെ ബർഗർ പാറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രഷാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് ഫ്രോസൺ വേണമെങ്കിൽ ഫ്രോസൺ ഇവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം ഇത് നമുക്ക് നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഇതുപോലെ ബർഗർ ഉണ്ടാക്കാൻ പാറ്റീസ്. പക്ഷേ ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ബീഫിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ബീഫ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വേണമെങ്കിൽ ആ മീറ്റ് എടുത്തിട്ട് എല്ലില്ലാതെ ആ മീറ്റ് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം, ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്, ചെറുതായിട്ട് അരച്ചെടുത്ത ശേഷം ഇതുപോലെ റൗണ്ടാക്കി നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഓവനൊക്കെ ഉള്ളവർ ഗ്രില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ തന്നെ നമ്മുടെ പാനിൽ ചുട്ടെടുക്കാവുന്നതാണ്. എണ്ണ ഒന്നും ചേർക്കണ്ട, വെറുതെ തന്നെ നന്നായിട്ട് തീ ഒന്ന് ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ആക്കി വെച്ചിട്ട് രണ്ട് സൈഡും നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. കാരണം ഇറച്ചിയൊക്കെ ആകുമ്പോൾ കുറച്ച് വേവ് കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഞാൻ ചുട്ടെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനൊരു ഇരുമ്പിൻ്റെ പാനാണ് ഈ പാറ്റീസ് ചുട്ടെടുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ സാധാരണ ഇതുപോലെ ഗ്രിൽ പാനും കിട്ടും നമുക്ക്. ഗ്രിൽ പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ ഇപ്പം ഗ്രിൽ പാനും ഗ്രില്ല് ചെയ്യാനൊന്നും പറ്റാത്തവർക്കായിട്ടാണ് ഇതുപോലെ സാധാരണ ഒരു പാനിൽ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കാണിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഒരു മീഡിയത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം ഈ പാറ്റീസ് ആ പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം ആ തീയിൽ അത് ഇരിക്കണം. അപ്പോൾ ഒരു സൈഡാവും, അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. കുറച്ച് ചൂടാവുമ്പോൾ ആ ഇറച്ചിയിൽ നിന്ന് തന്നെ ഉള്ള നെയ്യ് ഇറങ്ങിക്കോളും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് എണ്ണയൊന്നും ഞാൻ ഒഴിക്കാതിരുന്നത്. അപ്പോൾ ആ നെയ്യിൽ തന്നെ ഇത് മൊരിഞ്ഞോളും. ഇത് ഒരു സൈഡ് ചെറുതായിട്ടായിട്ടുണ്ട്, നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടായിട്ടുണ്ട്, എന്നാലും നമുക്ക് തിരിച്ച് ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് വേവ് കാണും. ഒരു 2 പ്രാവശ്യം കൂടെ തിരിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ബ്രൗൺ കളറായി വരണം അത്. ഇപ്പോൾ നമ്മുടെ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ 2 വശവും നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വരണം, എങ്കിലേ അത് വേഗമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്ത ശേഷം ബർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ബണ്ണാണത്. അപ്പോൾ അത് ബർഗർ ബൺ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച ബർഗർ ബൺ തന്നെ നമുക്ക് കിട്ടും വാങ്ങാൻ. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബർഗർ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ സോസ് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ തേക്കാം. അതുപോലെ ഈ 2 ബണ്ണിലും കുറേശ്ശെ സോസ് തേച്ച് കൊടുക്കണം. ഒരു ചീസിൻ്റെ സ്ലൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റിസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മാത്രം വെച്ച് നമ്മൾ ബർഗർ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ഉള്ളി വെച്ച് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വൈറ്റ് ഒണിയനാണ്. വെള്ള കളറിലെ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചുമന്ന കളറിലെ ഉള്ളിയാണെങ്കിൽ അത് നല്ല കുത്തലുണ്ടാവും. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു എരിവൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉള്ളി കിട്ടുമെങ്കിൽ വെള്ള ഉള്ളി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചുമന്ന ഉള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പേ ഒക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കണം. സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എരിവ് ടേസ്റ്റ് കുറച്ച് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും ആ എരിവ് ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. പക്ഷെ ഇതുപോലെ വെള്ള കളറിലെ ഉള്ളിയെ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ള കളറിലെ ഉള്ളിയാകുമ്പോൾ അതിനകത്ത് ഒട്ടും ആ കുത്തലുണ്ടാവില്ല. നമുക്ക് സാലഡിനൊക്കെ വളരെ നല്ലത് ഈ വെള്ള കളറിൽ കിട്ടുന്ന ഉള്ളിയാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു തക്കാളിയുടെ സ്ലൈസ് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളി വെച്ച ശേഷം കുറച്ച് പിക്കിൾസ് വെച്ച് കൊടുക്കണം. പിക്കിള് ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ് പിക്കിള്. ഇത് ക്യൂക്കുംബറാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ഈ പിക്കിളിപ്പോൾ സാധാരണ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുന്നത് പോലെ വിനീഗറും ഉപ്പും വെള്ളവും ഉപയോഗിച്ച് ഇതുപോലെ ക്യൂക്കുംബർ പിക്കിളിട്ടതാണ്. ഇതൊരു 2 പീസ് ഞാൻ വെച്ച് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ പിക്കിള് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ്, ഇതുപോലെ ബോട്ടിലിൽ. ഇതിപ്പോൾ ഇതിനകത്ത് ആൽപ്പിനോസും ഉണ്ട്, മുളക്, അതുപോലെ തന്നെ ക്യൂക്കുംബറും ഉണ്ട്. ഇപ്പം ഇവിടെ സാധാരണ ബർഗറിലൊക്കെ ഇവർ ഇതുപോലെ പിക്കിൾസ് ഉപയോഗിക്കും. ബർഗറിൽ മാത്രമല്ല, ഇവിടെ ഈ സാൻഡ്വിച്ചിലൊക്കെ പിക്കിൾസ് ധാരാളം ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള പിക്കിൾ ഇതുപോലെ കിട്ടും. ഒലീവ്സിൻ്റെ പിക്കിൾ കിട്ടും. അതുപോലെ തന്നെ ഈ ക്യുക്കുംബർ തന്നെ കട്ട് ചെയ്യാത്ത പല ഷേപ്പിൽ കട്ട് ചെയ്ത പിക്കിൾസൊക്കെ നമുക്ക് ഒരുപാട് മേടിക്കാൻ കിട്ടും ഇവിടെ. ഇപ്പം അതുപോലെ ഈ ബർഗറിൽ ഇപ്പം ഞാനിവിടെ ക്യൂക്കുംബർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആൽപ്പിനോസ് പിക്കിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, കുറച്ച് എരിവും കൂടെ കിട്ടും. ഇപ്പം ഞാനിതൊരു 2 പീസ് പിക്കിൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ലെറ്റ്യൂസിൻ്റെ ലീവ്സ് ചെറിയൊരു കഷ്ണം വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബർഗർ അടയ്ക്കാം. ഇപ്പോൾ പിക്കിൾസൊക്കെ ഒരുപാട് ഇതിനകത്ത് വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബർഗർ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ ഒരു ബർഗർ മതി നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വെജിറ്റബിൾസും എല്ലാം, പ്രോട്ടീനും എല്ലാം ചെല്ലുന്നുണ്ട്. മീറ്റായിട്ടും വെജിറ്റബിൾസ് ആയിട്ടും എല്ലാം അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കഴിവതും ഇതുപോലെ മീറ്റ് കിട്ടുമെങ്കിൽ, പാറ്റീസ് കിട്ടുമെങ്കിൽ അത് തന്നെ ബർഗർ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ആ മീറ്റ് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി അതുപോലെ ചെയ്ത് കഴിച്ചാലും വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.